ബൈപ്പാസ് നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ ബഹുമാന്യനായ പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. This marks the official inauguration of Kollam Bypass on Exit 66, truly a historic moment for Kerala and India. ഫലകമനാച്ഛാദനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കൊല്ലം ബൈപ്പാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. Governor of Kerala, Sri V. Shatasavanji, Chief Minister of Kerala, Sri V. Vijayanji, my colleague in Council of Ministers, Sri K. J. Alphonse, dignitaries on the dais, sisters and brothers of Kerala. I feel blessed to be visiting God's own country. In Kollam, on the banks of the Astamudi Lake, I sense recovery from the floods of last year. But we have to work harder to rebuild Kerala. 4 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊല്ലം ബൈപ്പാസ് ഇന്നലെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബൈപ്പാസ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നു. എന്താണ് ഈ ബൈപ്പാസ് സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റങ്ങൾ? പ്രത്യേകിച്ച് ദേശീയപാത വഴി കടന്നു പോകുന്നവർക്ക് ഇത് എത്ര കണ്ട് പ്രയോജനം ചെയ്യുന്നു? ഇക്കാര്യങ്ങൾ പൂർണ്ണമായും പ്രേക്ഷകരിലെത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. കൊല്ലത്തിൻ്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് കൂടിയാണ് കൊല്ലം ബൈപ്പാസ്. ഇക്കാര്യത്തിൽ നമുക്ക് പൊതുജനങ്ങളുടെയും ബൈപ്പാസ് വഴി യാത്ര ചെയ്യുന്നവരുടെയും ഒക്കെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിലപാടുകളും ഒക്കെ തേടാം. തീർച്ചയായും അതാണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങൾ എങ്ങനെയാണ് ഈ സൗകര്യത്തെ പ്രയോജനപ്പെടുത്തുന്നത്, ഇത് സംബന്ധിച്ച അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതിൻ്റെ പ്രദേശവാസികൾക്കൊക്കെ എന്താണ് പറയാനുള്ളത്, രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശേഷം എത്ര കണ്ട് ബൈപ്പാസ് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നു, ഇത് ജനങ്ങളിലെത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. ഉദ്ഘാടന പിറ്റേന്ന് കൊല്ലം ബൈപ്പാസ് കൂടുതൽ സജീവമായിരിക്കുന്നു. വാഹനങ്ങൾ കൂടുതലായി ഓടുന്നുണ്ട്. പ്രത്യേകിച്ചും കൊല്ലം നഗരത്തിലെ ഗതാഗത കുരുക്ക് മറികടക്കാൻ വേണ്ടിയാണ് ആളുകൾ ബൈപ്പാസിനെ ആശ്രയിക്കുന്നത്. എന്തായാലും ബൈപ്പാസിന് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തിയ, അതിൻ്റെ തുടക്കകാലം മുതൽ സമരങ്ങളൊക്കെ നടത്തിയ ഒരാളുണ്ട്, കാർത്തികേയ പണിക്കർ. കാവനാട് ബൈപ്പാസിന് സമീപത്ത് തന്നെയാണ് അദ്ദേഹം താമസം, അദ്ദേഹത്തിൻ്റെ വീടാണിത്. കാർത്തികേയ പണിക്കർ RSPയുടെ പഴയ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ പഴയ ഈ ബൈപ്പാസിന് വേണ്ടിയുള്ള നിരന്തരം സമരങ്ങളൊക്കെ നടത്തിയ ആളാണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് അന്നത്തെ സമരകാലത്തെ പറ്റിയും ബൈപ്പാസിൻ്റെ തുടക്കത്തെ പറ്റിയും ഒക്കെ ചോദിക്കാം. ഏതായാലും ഇന്നലെ മഹാനായ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്നലെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി ഇത് യാഥാർത്ഥ്യമായി നമുക്കെല്ലാവർക്കും ഗതാഗതം ചെയ്യുന്നതിന് സൗകര്യമായി. കഴിഞ്ഞ 40 വർഷത്തെ കാലഘട്ടത്തെ, അതായത് 40 വർഷത്തിലധികം കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു ചെറിയ കാലയളവല്ല, അങ്ങയുടെ യുവത്വ കാലഘട്ടത്തിൽ ആണ്. ഇത്രയും കാലഘട്ടത്തിനൊടുവിൽ ഈ കാലഘട്ടത്തിന് ശേഷം ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ അർത്ഥവത്തായ ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതി സംഘടനകളുടെ ഒരു പോരാട്ടം കൂടിയായിരുന്നു. സവർണ മേധാവിത്വത്തിൻ്റെ ഒരു അതിശക്തമായ ഒരു കാലഘട്ടം. അത് പിന്നെ ഇവരുടെ ടി കെയുടെയൊക്കെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പിന്നെ മത്സ്യസമ്പത്ത് കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നീണ്ടകര പ്രോജക്റ്റ്. മത്സ്യം ഇത് പിന്നെ അക്കരെ ഇറങ്ങിയാൽ, പാലത്തിനക്കരെ ഇറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്, പ്രധാനമായി തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ ആ തൊഴിലവസരങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. തൊഴിലാളികൾക്ക് പണി കിട്ടുക, അതുവഴി അവൻ്റെ ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യുക,
അങ്ങനെ പ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് ടി കെയുടെ കാലത്ത് ഉണ്ടായി. അന്ന് ടി കെ ഞങ്ങളെല്ലാം RSPയുടെ മുന്നണി പടയാളികളായിരുന്നതുകൊണ്ട് ഏറ്റവും സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് ഈ സംസാരിക്കുന്നതിനും കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനുമൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു സാർ. അങ്ങ് ബൈപ്പാസിന് വേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ഒരാൾ കൂടിയാണ്. 40 സെന്റ് ഭൂമി വിട്ടുകൊടുത്തു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് അന്ന് ഭൂമി വിട്ടുകൊടുക്കാനൊക്കെ തീരുമാനമെടുക്കുന്നത്? ഭൂമി വിട്ടുകൊടുക്കാനുള്ള കാരണങ്ങൾ വീട്ടുകാരുടെ എതിർപ്പ് പോലും എനിക്ക് നേരിട്ടിട്ടുണ്ടെന്ന്. വീട്ടുകാർ ശക്തമായിട്ട് അങ്ങനെ ഇത് കൊടുക്കാൻ ഒക്കില്ല. കൊടുത്താൽ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള പാർപ്പിടം നഷ്ടപ്പെടും. സ്വന്തമായിട്ടൊരു ഭൂമിയോ സ്വന്തമായിട്ടൊരു പാർപ്പിടമോ ഇല്ലാതെ വലയുന്ന നമ്മൾ ഈ സ്ഥലമൊക്കെ വിട്ടുകൊടുത്താൽ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾക്കൊന്ന് തലചായ്ക്കുവാൻ ഇടമുണ്ടോ? ദ്വിതീയത്തിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഈ സമരത്തിനിറങ്ങുന്നത്, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനാണ്. അന്ന് നമുക്ക് പാലമില്ല. കോട്ടയത്തേട് കോട്ടയത്തേട് പാലമില്ല. എന്നെ നടന്ന് അക്കരെ ഇറങ്ങി എടി കട്ടമില്ലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പയ്യൻ്റെ പിതാവ് അവിടെ സത്യാഗ്രഹം കിടക്കായിരുന്നു പാർവതി മില്ലില്ല. അന്ന് പാർവതി മില്ലല്ല, എടി കട്ടമില്ലാണ്. അവിടെ ഭയങ്കര സമര പോരാട്ടം നടക്കുന്ന ഒരു കാലഘട്ടം. ശ്രീകണ്ഠൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഉണ്ടായതുകൊണ്ട് തല്ലിക്കൊന്നില്ല. അല്ലെങ്കിൽ അവർ തട്ടിക്കളഞ്ഞ് എന്നെ പോലുള്ളവർ വേണ്ടല്ലോ. RCP രാമസ്വാമിയുടെ സ്വതന്ത്ര തിരുവാങ്കൂർ പ്രഖ്യാപനത്തിനെതിരെ 4 പതിറ്റാണ്ടിനിപ്പുറം അല്ലെങ്കിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം വീട്ടിലിരുന്ന് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ബൈപ്പാസിലൂടെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അന്ന് അതിനുവേണ്ടി സമരം ചെയ്ത ഒരാൾ, അന്ന് ഇതിനുവേണ്ടി ഭൂമി വിട്ടുകൊടുത്ത ഒരാൾ, ഇന്ന് ഇപ്പോൾ ഇങ്ങനെ വാഹനങ്ങൾ പോകുന്നത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയേറെ സന്തോഷം. എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിത ലക്ഷ്യത്തിൻ്റെ ഒരു മൗലികമായ ഒരു കാഴ്ചപ്പാടാണ്. കൊല്ലം ബൈപ്പാസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന 13 കിലോമീറ്റർ യാത്രകളൊന്നും കൂടിയാണിത്. 3 പാലങ്ങൾ കടന്നു പോകുന്നു. അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ച ഈ ബൈപ്പാസ് വഴി ആസ്വദിക്കാമെന്നതാണ് പ്രത്യേകത. നിരവധി പേരാണ് കാഴ്ചകൾ കാണുന്നതിന്, സെൽഫി എടുക്കുന്നതിനൊക്കെയായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊടുത്തിരിക്കുന്നത്. കുടുംബസമേതമുള്ള നിരവധി പേരുടെ പങ്കാളിത്തം ഇവിടെയുണ്ട്. ഇത്തരമൊരു കുടുംബം നമുക്കൊപ്പമുണ്ട്. എവിടുന്ന് വരുന്നു? ഞങ്ങൾ കായ്ക്കര. ഇങ്ങനെ ബൈപ്പാസ് കാണാൻ വന്നാണോ യാത്രയിലാണോ? അല്ല, യാത്രയിൽ ഇടയിൽ വന്നേ. ഇപ്പം നിർത്തി കായൽ കാഴ്ചകൾ കാണുക. നിർത്തി ഒന്ന് സെൽഫി എടുത്തിട്ട് പോകാന്ന് വെച്ചാൽ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബൈപ്പാസ്? നല്ലതാ. തിരക്കൊക്കെ ഒഴിവാറുണ്ട് ഇപ്പം പെട്ടെന്നല്ല. മാത്രമല്ല കാഴ്ചകൾ ഒത്തിരിയുണ്ട്. ഉണ്ട്. ഒരുപാട് കാണാനുണ്ട്. സൂപ്പർ ബൈപ്പാസാണ്. അഷ്ടമുടിക്കായലിന്റെ നല്ല കാഴ്ചകളൊക്കെ ആയിരിക്കും. നല്ല കാഴ്ചകളൊക്കെയാണ് കാണാൻ. ഫാമിലിക്ക് ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. ഒത്തിരി പേര് വരുന്നുണ്ട് കാണാനൊക്കെ. കായൽ കാണാൻ വന്നാണോ? ഇങ്ങോട്ടുള്ളെങ്കിൽ യാത്രയിലാണോ? ബൈപ്പാസ് കാണാൻ തന്നെ വന്നതാണ്. എങ്ങനെയുണ്ട്? നല്ല കൊള്ളാം, നല്ല. മാത്രമല്ല ഈ കാഴ്ചയ്ക്ക് വൈകുന്നേരമൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ നല്ല വെയിലല്ലേ, ഇന്നത്തെ തന്നെ രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. എങ്ങനെയുണ്ട് ബൈപ്പാസും ഈ പാലവും ഒക്കെ? വളരെ മനോഹരമായിരിക്കുന്നു. ഈ പ്രകൃതി തന്നെ കാണാൻ വളരെ സുന്ദരമായിരിക്കുന്നു. രീതിയും അതിൻ്റെ സൗകര്യങ്ങൾ ഇത്തിരി കൂടെ വേണ്ടിയിരുന്നെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ കൊല്ലത്ത് കരിക്കോട് നിന്നൊക്കെ ബൈപ്പാസായിട്ട് പോകുമ്പോൾ എറണാകുളത്തൊക്കെ പോകാനും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുമുള്ള വളരെ സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ടൗണുമായിട്ട് ബന്ധപ്പെടാതെ പെട്ടെന്ന് ഒരു 4 കിലോമീറ്ററോളം ലാഭകരമായി. ബൈപ്പാസ് ആരംഭിച്ച് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. കൂടുതൽ ബൈപ്പാസിൻ്റെ കാഴ്ചകൾ കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. പ്രദേശവാസികൾ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നുള്ള യാത്രികർ ഈ ബൈപ്പാസ് വഴി ഈ പുതിയ അനുഭവം ആസ്വദിച്ച് കടന്നു പോവുകയാണ്. കൊല്ലത്തിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ, നഗരത്തിൻ്റെ തിരക്കുകളൊന്നുമില്ലാതെ തന്നെ അവർക്ക് തിരുവനന്തപുരം അടക്കമുള്ള മറ്റിടങ്ങളിലേക്ക് എത്തിച്ചെല്ലാനുള്ള ഒരു സാധ്യത, ആ സാധ്യത ആൾക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്.
പേരാണ് കൊല്ലം ബൈപ്പാസിൽ ബസ് കാത്തു നിൽക്കുന്നത്. ഒരു ബസ് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇത് കൊട്ടിയത്തേക്കുള്ള ബസ്സാണ്. നമുക്കും ഈ ബസ്സിൽ കയറാം. ബൈപ്പാസിൻ്റെ ഉദ്ഘാടന പിറ്റേന്ന് ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. ഞങ്ങളും ഒരു KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. കാവനാട് നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ കാവനാട് പാലം കടക്കുകയാണ്. ബൈപ്പാസിലൂടെ ആദ്യ യാത്രയാണ്. ഫസ്റ്റ് രാവിലെ ഒന്ന് പോയായിരുന്നു. ഇപ്പോൾ റിട്ടേൺ വരികയാണ്. നമ്മുടെ നാട്ടിൽ എന്നേ വരേണ്ടതായിരുന്നു. ഇപ്പം ഇത്രയും കൊണ്ടുവന്ന് നമ്മുടെ മോദിജിക്ക് നമ്മുടെ ഏറ്റവും വലിയ ആശംസ അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രേമേന്ദ്ര സാറിനും പിന്നെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ മറ്റേ പിണറായി വിജയൻ സാറിന് എല്ലാവർക്കും നമ്മുടെ അതിന് ഏറ്റവും വലിയ കടപ്പെട്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കരുനാഗപ്പള്ളി വന്നിട്ട് അന്തം വെട്ടി നിൽക്കുമ്പോഴാണ് ഈ ബൈപ്പാസ് വഴിയുള്ള മെഡിസിറ്റിയിലേക്ക് പോവുക. അപ്പോൾ ഒറ്റ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോവുക. അപ്പോൾ ഒറ്റ ട്രിപ്പിൽ ഹോസ്പിറ്റലിൻ്റെ വാദത്തിൽ ഇറങ്ങാനായിട്ട് വണ്ടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരിട്ട് ഹോസ്പിറ്റലിൻ്റെ വാതൊക്കെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഞങ്ങൾ അന്യയാത്രക്കാർ ആദ്യമായിട്ട് കയറും. അത് കണ്ടക്ടറും പറഞ്ഞു അവിടെ ഇറങ്ങുന്നേ സിറ്റി ഹോസ്പിറ്റലിൽ യാത്ര ചെയ്യുന്നതിനൊരു പ്രത്യേക സുഖമുണ്ട്. കാണാനൊക്കെ നല്ല മനോഹരമായിരിക്കുന്നു, ഗംഭീരമായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു വികസനം വന്നപ്പോഴത്തേക്കിന് യാത്ര ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ബൈപ്പാസ് വന്നതുമൂലം ഒരു ബസ് ഡ്രൈവർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? ബ്ലോക്ക് ഇല്ലാതെ കൃത്യമായിട്ട് ഓടിക്കാൻ കഴിയും. ഈ റൂട്ട് വിജയിക്കുകയാണെങ്കിൽ കോർപ്പറേഷന് വൻ വിജയമായിരിക്കും. ഈ സർവീസ് കളക്ഷനിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ജനങ്ങളോട് സഹകരിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വെങ്കേക്കരയിലോട്ട് പോകാനാണ്. കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുവാണ്. എന്നാൽ എനിക്കിവിടെ കടവൂരിറങ്ങിയിട്ട് വെങ്കേക്കരയിലോട്ട് പോകണം. അപ്പോൾ ആദ്യമായിട്ടൊന്ന് നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന്. രാവിലെ നല്ല ആളുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ ഓഫീസിൽ 10-14 വർഷത്തിന് ശേഷം ഓഫീസിന് മുമ്പിൽ ഇറങ്ങുന്ന ഒരു സന്തോഷം നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ന് എല്ലായിടും നിർത്തിയാണ് ഈ സർവീസിൽ പോണത്. ഷോപ്പൊന്നും നോക്കാതെ ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയാണ് സർവീസ്. കൂടുതലൂടെ സർവീസ് വരും. വളരെ നല്ല രീതിയിൽ തന്നെയാണ്. കൊല്ലം ബൈപ്പാസിലൂടെയുള്ള ബസ് യാത്രകൾ ഇനിയും തുടരും. പക്ഷേ ഞങ്ങൾ ഈ യാത്ര ഇവിടെ മങ്ങാട് ജംഗ്ഷനിൽ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് കാവനാട് ജംഗ്ഷൻ. ആലപ്പുഴ നിന്ന് വരുമ്പോൾ ബൈപ്പാസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതാ ഈ റോഡിലൂടെ ദീർഘദൂര യാത്രക്കാർക്ക് തിരുവനന്തപുരത്തേക്ക് കടന്നു പോകാം. യാത്രാസമയം വളരെയധികം ലഘൂകരിച്ചുകൊണ്ടുള്ള ഈ പുതിയ പാത എങ്ങനെ ഈ പ്രദേശവാസികൾക്ക് ഗുണപ്പെടുന്നു? എങ്ങനെയാണ് ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ പാത യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ? ഇക്കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയേണ്ടത്. നഗരമേഖലകളിലേക്കുള്ള യാത്രക്കാർക്ക് ആ വഴിയാണ് കടന്നു പോകാനുള്ളത്. ഇക്കാര്യങ്ങളിലൊക്കെ പൊതുജനങ്ങളുടെ ഒരഭിപ്രായം നമുക്കറിയാം. ഈ പോകുന്ന വണ്ടികളെല്ലാം ഈ റോഡിൽ കൂടെയാണ്. തിരക്കിട്ടായിരുന്നു ടൗണ് കയറി ഹൈസ്കൂൾ സിഗ്നൽ, ചിന്നക്കട സിഗ്നൽ, ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് സിഗ്നൽ, ഈ സിഗ്നലും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം കോളേജ് ജംഗ്ഷൻ വരെ ഉള്ള അല്ലെങ്കിൽ കൊട്ടിയം വരെ ഉള്ള ഏകദേശം കൊട്ടിയം വരെ ബ്ലോക്കാണ്. ആ ബ്ലോക്കെല്ലാം കരുതിയാണ് പോകുന്നത്. പിന്നെ ഇതിലുപരി ഏറ്റവും കൂടുതൽ രക്ഷപ്പെടാൻ മാർഗമുള്ള പല ജീവനുകൾ കാണും. നമ്മൾ ചിന്നക്കടയിൽ കൂടെ തന്നെ പോയാലും ഇവിടുന്ന് ഏകദേശം ചിന്നക്കട ആംബുലൻസ് കടന്നു കിട്ടണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 20 മിനിറ്റ് വേണമെന്ന് വെച്ചോ. ആ 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മേവറം എത്താം ആംബുലൻസ്. അതിൻ്റെ ഇടയ്ക്ക് മെഡിസിറ്റി ഹോസ്പിറ്റലുണ്ട്, NS ഉണ്ട്, പിന്നെ അങ്ങോട്ട് കൊട്ടി ഹോളി ക്രോസ് ഉണ്ട്, കിംസ് ഒക്കെ ഉണ്ട്. അന്നേരം രക്ഷപ്പെടാനായിട്ട് ഏകദേശം മാർഗമുള്ള ജീവനുകളെല്ലാം രക്ഷപ്പെടും. അത്രയും താമസിച്ച് ചെല്ലുന്നതിനേക്കാൾ കൂടുതൽ നേരത്തെ ചെല്ലും. പിന്നെ ഓട്ടോക്കാർക്ക് ലാഭമാണ്. ഇവിടുന്ന് കൊല്ലത്ത് 5 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ ആ 5 കിലോമീറ്റർ പെട്രോളോ ഡീസലോ പോരാ. ഇപ്പോൾ ആ 5 കിലോമീറ്റർ പെട്രോളോ ഡീസലോ മതി. പിന്നെ ബൈക്ക് യാത്രക്കാർ ഇപ്പം ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് സ്കൂളിൽ പോയപ്പോൾ 5 മിനിറ്റ് നേരത്തെ ചെല്ലാൻ പറ്റി. അതനുസരിച്ച് ബ്ലോക്കുണ്ട്. നമ്മൾ പോകുന്നൊരു 30-40 സ്പീഡിലാണ്. അതാണ് അങ്ങനെ പോയിട്ട് തന്നെ എനിക്ക് 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ എടുക്കും. ഞാൻ കാവനാട് എൻ്റെ വീട്ടിൽ നിന്ന് ട്രിനിറ്റി സ്കൂൾ വരെ, അതായത് അമ്മച്ചി വീട്ടിൽ. പക്ഷേ ഇന്ന് പോയാൽ എനിക്ക് 10 മിനിറ്റ് എടുത്തോളൂ. അത്ര നേരത്തെ എല്ലാം പറ്റി പതുക്കനെ പോയിട്ടും
ഒരുപാട് തിരക്ക് കുറവാണ്, ഭയങ്കര വിജയകരമാണ്. ദേശീയപാത വഴി കടന്നു പോകുന്ന യാത്രക്കാർക്കാണ് പ്രധാനമായും ബൈപ്പാസിൻ്റെ ഒരു വലിയ നേട്ടമുണ്ടാവുക. പക്ഷേ കൊല്ലംകാരുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഇതുണ്ടായിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും കൊല്ലംകാരുടെ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. എന്താണ് ചേട്ടാ ഈ ബൈപ്പാസ് നിങ്ങൾക്ക് എത്ര കണ്ട് ഗുണം ചെയ്യുന്നു? ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ് ഈ ബൈപ്പാസ് കൊണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് 47 വർഷം കൊണ്ട് ഞങ്ങൾ എടുത്തിട്ടിരുന്ന ഭൂമിയാണ്. ഇപ്പോൾ അത് വീണത് വലിയ ഉപകാരമാണ്. എല്ലാവർക്കും വലിയ കാര്യമാണ് കാണുന്നത്. പക്ഷേ ടൗണിലെ കച്ചവടക്കാരെ ബാധിക്കും. വണ്ടി ഇപ്പം തന്നെ എല്ലാ വണ്ടിയും അങ്ങോട്ട് അതുവഴിയല്ലേ കയറി. റോഡ് വളരെ ആ റോഡ് മൊത്തം വിജയനായിട്ട് ഇടയ്ക്കും അങ്ങോട്ട്. മറ്റേ ഈ സമയങ്ങളിൽ ഈ കാവനാട് മറ്റേ താലൂക്ക് കച്ചേരി ജംഗ്ഷൻ അതെല്ലാം ബ്ലോക്കാണ്. മറ്റു ജില്ലകളിൽ നിന്നൊക്കെ കടന്നു വരുന്നവർക്ക് വലിയ പ്രയോജനപ്പെടുമെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കൊല്ലംകാർക്ക് ഈ ബൈപ്പാസ് എങ്ങനെ പ്രയോജനപ്പെടും? നിങ്ങളത് കണ്ടിട്ടുണ്ട്? നല്ല സൗകര്യമുണ്ട്, വണ്ടിയൊക്കെ പോകാനായിട്ട് എളുപ്പമുണ്ട്, നല്ല സൗകര്യമുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേവറത്താണ്. മേവറത്ത് നമുക്കൊപ്പം ഇനി ഈ ബൈപ്പാസിൻ്റെ വികസന സാധ്യതകളെ പറ്റിയും ഇനി വരാനിരിക്കുന്ന വികസനത്തെ പറ്റിയും ഒക്കെ സംസാരിക്കാൻ ഇരവിപുരത്തിൻ്റെ MLA ശ്രീ M. നൗഷാദ് നമുക്കൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ ബൈപ്പാസ് അതിൻ്റെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്? അല്ല, ബൈപ്പാസ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തതോടുകൂടി തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മേവറം മുതൽ കാവനാട് വരെയുള്ള പഴയ NH-ൽ നന്നായി തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ തിരക്ക് നന്നായി വർദ്ധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ 3 സ്ഥലങ്ങളിൽ, ഒന്ന് അയത്തിൽ, കല്ലന്താഴം, കടവൂര്. അതിൽ കല്ലന്താഴത്ത് നല്ല ട്രാഫിക് ബ്ലോക്കാണ്. കാരണം പുല്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് വരുന്നവരുടെ, അതുപോലെ തന്നെ തിരിച്ച് ആ റൂട്ടിലേക്കും. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് ഈ ബൈപ്പാസിൻ്റെ കല്ലന്താഴം ജംഗ്ഷനിലെ സിഗ്നൽ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമതായി അയത്തിലും മൂന്നാമതായി കടവൂരിലും കൂടെ ഈ 3 എണ്ണവും കൂടെ വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു യഥാർത്ഥ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇത് 4 വരി പാതയാക്കുക. സ്ഥലം ഏറ്റെടുത്ത് കിടപ്പുണ്ട്. ഇനി സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യകതയില്ല. ഇത് 4 വരി പാതയും കൂടെ ആക്കുമ്പോഴേ അതിൻ്റെ ഒരു കാരണം 4 വരി പാതയാക്കി എത്തുമ്പോഴത്തേക്കും വാഹനങ്ങളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് 4 വരി പാതയാക്കുക, കല്ലന്താഴത്തും അയത്തിലും കടവൂരിലും ഫ്ലൈ ഓവർ നിർമ്മിക്കുക. ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി മാത്രമേ യഥാർത്ഥ പ്രയോജനം അതിൻ്റെ ഒരു ഫുൾ സ്ട്രെങ്തിൽ ജനങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ സംസ്ഥാനത്തിൻ്റെ പൊതുഗതാഗത മേഖലയിൽ ഒരു വലിയ മാറ്റം സൃഷ്ടിക്കുന്ന ആ തരത്തിലൊരു തുടക്കമാണ് കൊല്ലം ബൈപ്പാസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള ആ ക്രോസിംഗ് ലൈൻ അടക്കമുള്ള ഒരു ടൂറിസം സാധ്യത കൂടി അതിന് തുറന്നു വെക്കുന്നില്ലേ എന്ന സംശയം ഞങ്ങളുടെ ഈ യാത്രയിൽ പല യാത്രക്കാരും പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരം സാധ്യതകളും ഒന്ന് പരിഗണിക്കേണ്ടതല്ലേ? കാരണം അത്ര ഭംഗിയായി ഈ അഷ്ടമുടിക്കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു വഴിയായി കൊല്ലം ബൈപ്പാസ് കൂടി മാറുകയാണ് എന്നൊരു കാര്യം കൂടിയുണ്ട്. അല്ല, തീർച്ചയായും അതിൻ്റെ സാധ്യതകൾ കൂടി പരിശോധിക്കാൻ കൊല്ലം സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് എല്ലാ മേഖലയിലുമുള്ള സിറ്റി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട്, ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയുടെ നേതൃത്വത്തിൽ അടുത്ത ആഴ്ച ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ജനപ്രതിനിധി എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടത്തിപ്പോവുക എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ഇവിടെ 4 വരി പാതയാക്കണം. അതുപോലെ തന്നെ ഈ ടോൾ ഒഴിവാക്കണം. സംസ്ഥാന ഗവൺമെൻറ് ടോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ഒഴിവാക്കാൻ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ആ ആവശ്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും ഭരണാധികാരികളുടെ ശ്രദ്ധയിലേക്കും കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. ഈ ടോൾ ഒഴിവാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് ടോൾ പിരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ചോദിക്കേണ്ടത്, ഞങ്ങൾ വന്ന വഴിയിൽ ആശങ്ക ഉണ്ടായി പലർക്കും. കാരണം അവിടെ ഒരു ടോൾ ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകളുമുണ്ട്. അപ്പം ടോൾ അവിടെ ഉണ്ടാകും എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു സമരത്തിൻ്റെ മുഖം തന്നെ തുറന്നിട്ടുണ്ട്. ചില സംഘടനകൾ ടോൾ സംവിധാനത്തിനെതിരെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കളെ ഉണ്ടാവുക? അല്ല, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ കൊണ്ട് അത് തീരുമാനിപ്പിക്കാൻ വേണ്ട ഇടപെടലുകൾ സെൻട്രൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ജനപ്രതിനിധികൾ നടത്തണം. അതാണ് ഇടപെടലുകൾ, അതാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം. ആ തരത്തിലാണ് ഇടപെടലുകൾ നടത്തേണ്ടത്. ആ തരത്തിലുള്ള ഇടപെടലുകൾ MPയുടെ നേതൃത്വത്തിൽ നടത്തണം. അതിനാവശ്യമായ പിന്തുണ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലുള്ളവർക്കുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി നിർവഹിച്ചിരിക്കും. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. എന്നിരുന്നാൽ തന്നെയും ഒരു 40 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ബൈപ്പാസ് പൂർത്തിയാവുന്നത്. ഒരുപക്ഷെ സംസ്ഥാനത്തെ വികസന പദ്ധതികളിൽ നമുക്കൊരു ആ തരത്തിലുള്ള ഉദാഹരണമായി കൊല്ലം ബൈപ്പാസിനെ ഉയർത്തിക്കാട്ടാൻ കഴിയുകയുമില്ല. അങ്ങനെയെങ്കിൽ ഇത്തരം ഗവൺമെൻറ് ഇത്തരം പദ്ധതികൾ, പൊതുകാര്യ പ്രസക്തമായ ഇത്തരം പദ്ധതികൾ വൈകുന്നതിനെതിരെ
നമുക്ക് വരും കാലങ്ങളിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തേണ്ടത്? അല്ല, ഈ വികസന മാതൃക, ഈ ഗവൺമെൻറ്റിൻ്റെ മാതൃക എല്ലാവരും പിന്തുടരണം. തുടർന്ന് വരുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ മാതൃക പിന്തുടരാൻ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ, കാരണം ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ട് പതിറ്റാണ്ടുകൾ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഗുണകരമല്ല. തീർച്ചയായും ഇപ്പോൾ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ പോകുന്ന ആലപ്പുഴ ബൈപ്പാസ് മെയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും. അത് ഗെയിൻ പൈപ്പ് ലൈൻ പദ്ധതി, ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. കൊച്ചി മെട്രോയുടെ പൂർത്തീകരണം, അതുപോലെ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പൂർത്തീകരണം, ഇതാണ് ഇനി മാതൃകയാക്കേണ്ടത്. അപ്പോൾ പഴയ പതിറ്റാണ്ടുകളുടെ കഥയൊക്കെ നമുക്ക് മറക്കാം, അതാ തെറ്റ് നമുക്ക് തിരുത്താം. ഈ ഗവൺമെൻറ്റിനെ മാതൃകയാക്കി ഇനി വരുംകാല ഗവൺമെൻറ്റുകളും ഇതിനെ പിന്തുടർന്നാൽ നാട്ടിൽ വമ്പിച്ച മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയും.